ഹലോ, അസ്സലാം വലൈക്കും. നിങ്ങൾ തമ്മിലേൽ കണ്ടതുപോലെ തന്നെ ഇന്ന് അറഫാൻ ലാവാണ്. അപ്പോൾ ഇന്ന് നോമ്പെടുക്കലും അനുബന്ധിച്ചുള്ള ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ ഒരു 4 മണിയായപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ, അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട്. അത്താഴമൊക്കെ കഴിച്ച് ബാങ്ക് കൊടുത്ത് നമ്മൾ നമസ്കാരം ഖുർആനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പോയിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് വീണ്ടും കളഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് കുറച്ച് ലേറ്റായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക മാത്രമേ ഉള്ളൂ എനിക്കുണ്ടായിരുന്ന പരിപാടി അറിയുന്നത്. ഇതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു നോമ്പിന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ത്വര വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ നോമ്പിനൊന്നും, അതായത് നമ്മുടെ പറന്ന നോമ്പിനൊന്നും ഇതിങ്ങനെ സംഭവങ്ങൾ എണ്ണക്കടികൾ അങ്ങനെയൊന്നും വല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. അത് വേണ്ടല്ലോ വിചാരിച്ചിട്ട് അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നോമ്പിന്. പക്ഷേ ഇന്ന് എനിക്ക് എന്തൊക്കെയോ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണം എനിക്ക് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ ഒരു തോന്നലായിരുന്നു. അതുകൊണ്ട് നേരെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ അടുക്കള കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുമട്ടത്തിൽ കുറച്ച് പലഹാരങ്ങളല്ല, ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയോ കുറച്ച് റീൽസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പെണ്ണുങ്ങൾ മൾട്ടി ടാസ്കറാണെന്നുണ്ട്. ശരിക്കും അത് ശരി തന്നെയാണല്ലേ. നമ്മൾ ഇനിയിപ്പോൾ അടുക്കളയിലാണെങ്കിലും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു പരിപാടിയിലാണെങ്കിൽ പോലും നമ്മളൊരു സമയത്ത് ഇത്രങ്ങാനും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു മണിക്കൂർ, ഒരു 2-3-4 മിനിറ്റാണ് വെച്ചാൽ അതിൻ്റെ ഇടയിൽ വേറെ നമ്മൾ ചെയ്യുന്ന പരിപാടി അല്ലാണ്ട് വേറെയും പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. ഞാനിതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, ഞാനിങ്ങനെ ചെയ്യുന്നോണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ തോന്നിയ ജസ്റ്റ് ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ അറഫാദിനായതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് TV പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറേ കാര്യങ്ങളും അവിടുത്തെ കുറേ കാഴ്ചകളും നമ്മളെ ദിക്കറൊക്കെ കേട്ടുകണ്ട് അങ്ങനെ ആ ഒരു ഓളത്തിലായിരുന്നു ഇന്നത്തെ പണികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ ഉരുളങ്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആവി കളയുകയാണെന്ന്, കാരണം വല്ലാണ്ട് വെന്തോടേണ്ട വിചാരിച്ച് കാണും. ഇതിൻ്റെ ചൂട് പോകുമ്പോഴത്തിന് വേറെ എന്തെങ്കിലും പണി വേഗം കഴിച്ചാലോ എന്ന് വിചാരിച്ച് കണ്ട് അവിടെ ചിക്കന് വേവിക്കാൻ വെക്കുന്ന തിരക്കിലാണ് കേട്ടോ ഞാൻ. ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി പിന്നെ അതൊന്നും കറി വെക്കാനുള്ള ജസ്റ്റ് കൂട്ട് കറി കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലായിട്ട് ആഡംബരങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം പരിപാടി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അവിടെ വെറുതെ ഇരിക്കാലോ എന്നിട്ടുള്ളൊരു മൈൻഡായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ തട്ടിക്കൂട്ടി പരിപാടികളാട്ടോ ഒക്കെ സെറ്റാക്കിയിട്ടുള്ളത്. ചില സമയങ്ങളിൽ ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞ് ഒക്കെ ഒന്ന് സെറ്റായിട്ട് ഇരിക്കാലോ എന്നുള്ള ആ ഒരു മൈൻഡായിരിക്കും. ഈ സമയങ്ങളിലാണെങ്കിലോ ടൈം പോയാലും വേണ്ടില്ല, നന്നായിട്ട് അടിപൊളിയായിട്ട് കുക്ക് ചെയ്യണമെന്നുള്ള ആ ഒരു മൈൻഡായിരിക്കും. അപ്പം എനിക്കൊക്കെ വരാറുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്. ചിക്കൻ അവിടെ വേകുമ്പോഴത്തിന് ഞാൻ അപ്പുറത്ത് നമ്മുടെ കട്ട്ലേറ്റിനുള്ള മാവ് ശരിയാക്കായിരുന്നു കേട്ടോ. അത് നടക്കണമല്ലോ, ടൈമില്ലല്ലോ നമുക്ക് വെറുതെ ഇരിക്കണമെന്നില്ല ആ ഒരു മൈൻഡ്. അതുകൊണ്ട് നമ്മളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒറ്റവട്ടായിട്ട് പാത്രങ്ങളൊക്കെ കഴിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്ത പരിപാടി കേട്ടോ. കാരണം ഞാനത് അപ്പോൾ ഓരോ പരിപാടി കഴിയുമ്പോഴും അതിൻ്റെതായിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കും കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ചോറാണ്. എനിക്കത് കാണുന്നത് ഭയങ്കര എന്തോ ഒരു ഇറിറ്റേഷനാണ്, അങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ കളക്കണം കാണുന്നത്. പിന്നെ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടികളിലായിട്ടോ. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്, നമ്മൾ പെട്ടെന്ന് നമ്മൾ പരിപാടി കഴിക്കുമല്ലോ. നിങ്ങളൊക്കെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത്, ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ഉള്ളി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. വലിയുള്ളി കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അതിന് വേറൊരു ടേസ്റ്റ് ആട്ടോ. സോ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയപ്പോഴത്തേക്ക് ഞാൻ തേങ്ങയൊക്കെ ചിരവിയിട്ടുണ്ടായിരുന്നു. തേങ്ങ വറുത്തരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരവി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചില ആളുകളൊക്കെ ഇങ്ങനെ തേങ്ങ മൂപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെ ഇട്ടുകൊണ്ട് മൂപ്പിക്കുന്നത് കാണാട്ടോ. അപ്പോൾ വേറൊരു സ്മെല്ലും വേറൊരു മണമൊക്കെ വരാറുണ്ട്. ഇത് ഞാനങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ പാർട്സാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഒരു പാർട്സ് വരട്ട് എന്ന് പറയുന്നത്. ഇവിടെ വേറെ ആരും കഴിക്കില്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇവിടെ ഈ ഒരു സംഭവത്തിന് 2 മാസം മുന്നേ അപ്പീൽ കൊടുത്താലുള്ളൂ ഈ സംഭവം എനിക്ക് കിട്ടുക.
കാരണം ഇവിടെ മേടിക്കാത്തതുകൊണ്ട് അവരൊന്നും ഇത് കഴിക്കാത്തതുകൊണ്ടും എനിക്കിതങ്ങനെ വല്ലാണ്ട് കിട്ടാറില്ല. പിന്നെ ഇത് ഇന്ന് ഞാൻ നിർബന്ധിച്ച് കൊണ്ടിരിപ്പിച്ചതാണ് കേട്ടോ. ഒരു 5:30 ആയപ്പത്തിന് ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് ഖുർആനോത്തും അങ്ങനെയൊക്കെ ആയി കണ്ട് ബാക്കിയുള്ള സമയം കഴിച്ചു കൂട്ടി. ബാങ്ക് എടുത്ത് നോമ്പ് ഇറക്കാനാകുമ്പോഴത്തേന് നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ചിക്കൻ കറിയും ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ജ്യൂസ്, കട്ട്ലറ്റ് അതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാങ്കിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റ് ചെയ്യലായിരുന്നു. ബാങ്ക് എടുത്ത് നമ്മൾ നോമ്പൊക്കെ തുറന്ന് അതിനുശേഷം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.